തടസ്സരഹിത റോഡ് ശൃംഖല, ലെവൽ ക്രോസ് മുക്ത കേരളം, 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം. ലണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. സോളാർ പീഡന കേസ് സിബിഐക്ക്. ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും AP അബ്ദുള്ളക്കുട്ടിയും ഉൾപ്പെടെ 6 നേതാക്കൾക്കെതിരായ കേസുകൾ സിബിഐക്ക് വിട്ട് വിജ്ഞാപനമിറക്കി. സർക്കാർ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഹീന നീക്കമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാഷ്ട്രീയ നാടകമെന്ന് BJP. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഗൃഹസന്ദർശനവുമായി CPIM. മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ട കോൺഗ്രസിനെ തുറന്നുകാട്ടുമെന്ന് A. വിജയരാഘവൻ. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള പ്രചാരണമെന്ന് കോൺഗ്രസ്. ഘടകകക്ഷികൾക്ക് കീഴ്പ്പെട്ടല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്ന MM ഹസൻ. UDFന് ഭരണം ലഭിച്ചാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് അവകാശപ്പെടില്ലെന്ന് MK മുനീർ. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് T. പത്മനാഭൻ. 89 വയസ്സുള്ള വൃദ്ധയെ അധിക്ഷേപിച്ചത് ക്രൂരം. അതൃപ്തി അറിയിച്ചത് ഗൃഹസന്ദർശനത്തിനെത്തിയ കണ്ണൂരിലെ CPIM നേതാക്കളെ. മാണി സി കാപ്പൻ നാളെ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. NCPയിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. മാണി സി കാപ്പൻ മുംബൈയിലേക്ക് ഇന്ന് രാത്രി പുറപ്പെടും. NCP ഇടതുമുന്നണി വിടില്ലെന്ന് ആവർത്തിച്ച് തോമസ് ചാണ്ടി MLAയുടെ സഹോദരൻ തോമസ് K. തോമസ്. പാലാ സീറ്റിനെ ചൊല്ലി NCPയിൽ പിളർപ്പുണ്ടാകില്ല. കുട്ടനാട് സീറ്റിൽ തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി നേരത്തെ അംഗീകരിച്ചതാണെന്നും തോമസ് K. തോമസ്. വയനാട് മേപ്പാടിയിൽ യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ റിസോർട്ട് അടച്ചുപൂട്ടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. റിസോർട്ടിന് പ്രവർത്തനാനുമതിയില്ലെന്ന് മേപ്പാടി പഞ്ചായത്ത്. സംസ്ഥാനത്ത് 12 കടന്ന് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. 48,378 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 6,036 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴ ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ജനപ്രതിനിധികളെ ഒഴിവാക്കിയെന്ന വിവാദം തള്ളി മന്ത്രി G. സുധാകരൻ. കേന്ദ്ര നടപടിയിൽ അസ്വാഭാവികതയില്ലെന്ന് വിശദീകരണം. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലിയുടെ റൂട്ട് മാപ്പ് ഡൽഹി പോലീസിന് കൈമാറി കർഷക സംഘടനകൾ. 5 അതിർത്തികളിലൂടെ ഡൽഹിയിലേക്ക് ട്രാക്ടറുകൾ പ്രവേശിക്കും. കടക്കാവൂർ പോക്സോ കേട്ട് കെട്ടിച്ചമച്ചതെന്ന് കുട്ടിയുടെ അമ്മ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഭർത്താവും 2ാം ഭാര്യയും. എല്ലാ അമ്മമാർക്കും വേണ്ടി നിയമ പോരാട്ടം തുടരുമെന്നും കുട്ടിയുടെ അമ്മ. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഓപ്പറേഷൻ ഷെഡ്യൂൾ കാലഹരണപ്പെട്ടെന്ന് കേരളം. പുതിയ ഗേറ്റ് ഷെഡ്യൂൾ തമിഴ്നാട് തയ്യാറാക്കാത്തത് വലിയ വീഴ്ചയെന്ന് കേരളം സുപ്രീം കോടതി. മുസ്ലിം ലീഗ് എന്നല്ല ഒരു ഘടകകക്ഷിക്കും കീഴ്പ്പെട്ടല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് MM ഹസൻ. കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴ്പ്പെടുന്നുവെന്ന CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവന്റെ പ്രതികരണം. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടെന്നും ആരോപണം. ഓർത്തഡോക്സ് സഭയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഓർത്തഡോക്സ് സഭാ സ്ഥാനത്തെത്തി. കാസർഗോഡ് നഗരത്തിൽ ആൾക്കൂട്ടത്തിന്റെ കയ്യേറ്റത്തിനിടെ മധ്യവയസ്കൻ മരിച്ചത് ഹൃദയാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹത്തിൽ പരിക്കോ ചതവോ ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ ഒരുങ്ങി ക്രൈംബ്രാഞ്ച്. കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരുവിലെ കോടതിയിൽ അപേക്ഷ നൽകും. കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷെഫീഖ് റിമാൻഡിലിരിക്കെ മരിച്ച സംഭവത്തിൽ ജയിലിലെ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്ത് ക്രൈംബ്രാഞ്ച്. കാക്കനാട് ജില്ലാ ജയിലിലെ CCTV ദൃശ്യങ്ങളടങ്ങുന്ന ഹാർഡ് ഡിസ്കാണ് പിടിച്ചെടുത്തത്. ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണം തുടരാമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ നാളെ സുപ്രീം കോടതിയിൽ. ലൈഫ് മിഷൻ സിയുടെ ഹർജിയാണ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്ത് മദ്യത്തിന് വില വർദ്ധിപ്പിച്ചത് ഡിസ്റ്റിലറി ഉടമകളെ സഹായിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 200 കോടിയുടെ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യം. തിരുവനന്തപുരം കഠിനംകുളത്ത് നഗ്ന ഫോട്ടോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അയൽവാസി പീഡിപ്പിച്ചെന്ന് 16-കാരിയുടെ പരാതി. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി 2 മാസം ഗർഭിണിയാണെന്ന് തെളിഞ്ഞു. ഈരാറ്റുപേട്ടയിൽ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായത് കേസന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയ പോലീസും നാട്ടുകാരും തമ്മിൽ. പോലീസിനെതിരെ ഒത്തുകൂടി വരെ പിരിച്ചുവിടാൻ നടത്തിയ ലാത്തിച്ചാർജിൽ ഒരാൾക്ക് പരുക്കേറ്റു. ദേശീയ വാർത്തകൾ. രാജ്യത്ത് 14,849 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തത് 155 കോവിഡ് മരണം. ഈ EPIC പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നാളെ. വോട്ടർമാർക്ക് വോട്ടർ ഐഡിയുടെ ഡിജിറ്റൽ പതിപ്പ് ആപ്പ് വഴി ലഭ്യമാകും.
റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി. നഗരം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകുന്ന വിധം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ഡൽഹി മെട്രോയുടെ എല്ലാ പാർക്കിംഗ് ഏരിയകളും നാളെ രാവിലെ 6 മുതൽ മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണി വരെ അടച്ചിടാൻ തീരുമാനം. നടപടി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണം ശക്തമാക്കാം. രാജ്യത്ത് 16 ലക്ഷം പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം. 6 ദിവസം കൊണ്ട് ഇന്ത്യ 10 ലക്ഷം വാക്സിനുകൾ ഉപയോഗിച്ചു. വരും ദിവസങ്ങളിൽ വാക്സിനേഷൻ ലഭ്യത ഉറപ്പാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം. തെലങ്കാനയിൽ സ്കൂളുകൾ തുറക്കാൻ തീരുമാനം. അടുത്ത മാസം 1 മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കും. സെക്കൻഡറി സ്കൂൾ പരീക്ഷകൾ മെയ് 17. മദ്യനയം തിരുത്തി ഡൽഹി സർക്കാർ. മദ്യം വാങ്ങുന്നതിനും വിളമ്പുന്നതിനുമുള്ള പ്രായപരിധി 21 വയസ്സാക്കി കുറച്ചു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ഫസ്റ്റ് ഡിവിഷൻ അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ 14 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 35 ലക്ഷം രൂപ പോലീസ് പിടികൂടി. വിദേശ രാജ്യങ്ങളിൽ ക്യാമ്പസ് ആരംഭിക്കാനുള്ള ആലോചനയുമായി ഡൽഹി സർവകലാശാല. ദുബായ്, സിംഗപ്പൂർ, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങൾ പരിഗണനയിൽ. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ച് കരസേനയിലെ വനിതാ ഓഫീസർമാർ. ഹർജി വനിതാ ജീവനക്കാർക്കായി സ്ഥിരം കമ്മീഷനെ നിയമിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം സർക്കാർ ഇതുവരെ നടപ്പാക്കാത്തതിന് എതിരെ. ഡൽഹി ആകാശവാണി ഭവനിൽ തീപിടുത്തം. രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയുടെ 8 യൂണിറ്റുകൾ എത്തി തീയണച്ചു. ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയായെന്ന് അധികൃതർ. എക്സ്പ്രസ് ഹൈവേയിലെ കുരഭറിനടുത്ത് 3300 മീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പും പൂർത്തിയായി. കർണാടകയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ഖനികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ. നിയമവിരുദ്ധമായി പ്രവർത്തനം നടത്തുന്ന ഖനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. ആന്ധ്രാപ്രദേശിൽ അജ്ഞാത രോഗം ബാധിച്ച് കർഷകൻ മരിച്ചു. 65-കാരനായ യേശുപാടമാണ് മരിച്ചത്. ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. എയർപോർട്ട് സ്റ്റാഫ് അംഗങ്ങളെ ഫ്രണ്ട് ലൈൻ പ്രവർത്തകരായി കണക്കാക്കുമെന്ന കർണാടക സർക്കാരിന്റെ സർക്കുലർ പിൻവലിച്ചു. ആരോഗ്യ പ്രവർത്തകരെയോ കേന്ദ്ര സർക്കാർ ലിസ്റ്റിലുള്ള മുൻനിര തൊഴിലാളികളെയോ മാത്രമേ ഫ്രണ്ട് ലൈൻ പ്രവർത്തകരായി കണക്കാക്കാൻ കഴിയൂ. ഡൽഹി വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. 9.8 കിലോ ഹെറോയിനുമായി 2 ഉഗാണ്ടൻ സ്വദേശികൾ പിടിയിൽ. സമീപകാലത്ത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത്. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ജമ്മു കാശ്മീരിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പൂഞ്ച്, രജൌരി, അനന്ത്നാഗ് തുടങ്ങി 12 പ്രദേശങ്ങളിലാണ് അലർട്ട്. രാജ്യത്ത് വൈവിധ്യവും ഐക്യവും കാത്തുസൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് വാചാലനാകുന്നത് പ്രധാനമന്ത്രിയുടെ വിവരക്കേടാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം കേന്ദ്രം അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി. ആന്ധ്രാപ്രദേശിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആശാവർക്കർ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം. മരണകാരണം കോവിഡ് വാക്സിനാണെന്ന് ആരോപിച്ച് കുടുംബവും സാമൂഹ്യ പ്രവർത്തകരും രംഗത്ത്. അന്താരാഷ്ട്ര വാർത്തകൾ. പോസ്റ്റ് വാക്സിനേഷൻ മരണങ്ങൾക്ക് കോവിഡ് വാക്സിനേഷനുമായി ബന്ധമില്ലെന്ന് മരുന്ന് കമ്പനികൾ. മറ്റാരോഗ്യ പ്രശ്നങ്ങളാണ് മരണകാരണമെന്ന് വിശദീകരണം. ബ്രിട്ടനിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ജൂലൈ 17 വരെ നീട്ടി. റെസ്റ്റോറന്റുകൾ, കടകൾ, പബ്ബുകൾ എന്നിവയും തുറക്കില്ല. കുപ്പിവെള്ളത്തിന് പകരം ഇനി എയർ ജെൽ. വായുവിൽ നിന്ന് നേരിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന എയർ ജെല്ലുകൾ വികസിപ്പിച്ച സിംഗപ്പൂർ ദേശീയ സർവകലാശാലയിലെ ഗവേഷകർ. കൂടുതൽ കോവിഡ് ബാധിതരുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സന്ദർശകർക്ക് ബ്രിട്ടനിൽ നിർബന്ധിത ക്വാറന്റീൻ ഏർപ്പെടുത്തും. രാജ്യത്ത് കോവിഡ് വ്യാപനം ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഗ്രാമി അവാർഡ് ജേതാവ് പെറി ബോട്ട്കിൻ ജൂനിയർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ദ യങ് ആൻഡ് ദ റെസ്റ്റ്ലെസ് തീമിന്റെ നിർമ്മാതാവാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ പ്രതിരോധിക്കാനൊരുങ്ങിയ അമേരിക്ക. താലിബാനുമായി അമേരിക്ക ചർച്ചയ്ക്ക്. ആക്രമണം തുടർന്നാൽ അമേരിക്കൻ സേനയെ പിൻവലിക്കില്ലെന്ന് മുന്നറിയിപ്പ്. കോവിഡ് വാക്സിനേഷന്റെ വേഗത കുറയ്ക്കാൻ തീരുമാനിച്ച് ദുബായ് ഭരണകൂടം. തീരുമാനം കോവിഡ് വാക്സിനുകളുടെ ഷിപ്മെന്റ് വൈകുന്നതിനെ തുടർന്ന്. ന്യൂസിലൻഡിലെ ഓക്ലൻഡ് ദ്വീപുകളിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.8 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമേരിക്കയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി റഷ്യ. രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ അമേരിക്ക അനധികൃതമായി ഇടപെടുന്നുവെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. യൂറോപ്പിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ മൗണ്ട് എറ്റ്ന വീണ്ടും പൊട്ടിത്തെറിച്ചു. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഫ്രാൻസിൽ ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ കുറവ്. 2 ആഴ്ചക്കിടെ തുടർച്ചയായി കുറവ് രേഖപ്പെടുത്തി. നിലവിൽ വെന്റിലേറ്ററിൽ കഴിയുന്നവരുടെ എണ്ണം 2896. ദീർഘദൂര വിമാന സർവീസുകൾ തുടരാൻ ഡച്ച് എയർലൈൻസായ KLMന്റെ തീരുമാനം. കോവിഡ് വാക്സിൻ വിതരണം ഉൾപ്പെടെ തുടരും. ടെസ്ലയിലെ മുൻ ജീവനക്കാരനെതിരെ പരാതിയുമായി കമ്പനി അധികൃതർ കോടതിയിൽ. 26,000 ഔദ്യോഗിക രേഖകൾ മോഷ്ടിച്ചെന്നാണ് പരാതി.
മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളോടുള്ള പ്രതിഷേധ സൂചകമായി ബലൂൺ നിർമ്മിച്ച ലണ്ടൻ മ്യൂസിയം. ഫ്രാൻസ്, അർജന്റീന, അയർലൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലാണ് ബലൂൺ പറത്തിയത്. ചൈനയിലെ സ്വർണ്ണ ഖനിയിൽ കുടുങ്ങിയവരിൽ 7 ഖനി തൊഴിലാളികളെ പുറത്തെത്തിച്ചു. ഈ മാസം 10 ഷാൻഗോങ് പ്രവിശ്യയിലെ ഖനിയിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് 22 തൊഴിലാളികൾ കുടുങ്ങിയിരുന്നു. അങ്കാരിയിൽ തുർക്കിയുടെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത് കടൽ കൊള്ളക്കാർ. ഒരു നാവികനെ കൊലപ്പെടുത്തി. 15 നാവികർ കടൽ കൊള്ളക്കാരുടെ പിടിയിൽ. സ്പാനിഷ് ലാലിഗ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് തകർപ്പൻ ജയം. അലാവിസിനെ 1-നെതിരെ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സീരിയയിൽ 1ാം സ്ഥാനക്കാരായ AC മിലാനെ തോൽപ്പിച്ച അറ്റ്ലാന്റ. സാൻസിറോയിൽ നടന്ന പോരാട്ടത്തിൽ അറ്റ്ലാന്റയ്ക്ക് 3 ഗോളിന്റെ വൻ ജയം. ഇംഗ്ലീഷ് ഫുട്ബോളിലെ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും ഒരിക്കൽ കൂടി നേർക്കുനേർ. FA കപ്പ് 4ാം റൗണ്ടിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടും. ജില്ലാ വാർത്ത. തിരുവനന്തപുരം കിളിമാനൂരിൽ തേനീച്ച കുത്തേറ്റ് ഒരാൾ മരിച്ചു. മരിച്ചത് പുല്ലയിൽ സ്വദേശി ബാബു. തീരസംരക്ഷണ സേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ആഴിമല കടൽ തീരത്ത് ശുചീകരണം നടത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തതിനൊപ്പം ബോധവൽക്കരണം ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്ത് ക്രൂസ് ചേഞ്ചിനായി ഒരു കമ്പനി കൂടി രംഗത്തെത്തി. തലസ്ഥാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജോർദാൻ പ്രൊജക്ട്സ് ആൻഡ് ട്രേഡേഴ്സാണ് പുതുതായി എത്തിയത്. കൊല്ലം ജില്ലയിൽ 543 പേർക്ക് കൂടി കോവിഡ്. 537 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ASF കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. കുണ്ട്ര മുതൽ കൊല്ലം വരെയായിരുന്നു ജാഥ. യുവമോർച്ച അഞ്ചൽ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൊയ്യാൻ സമയം കഴിഞ്ഞിട്ട് 10 ഹെക്ടർ വരുന്ന പാടശേഖരം അഞ്ചൽ പനയംചേരി എലയിൽ നശിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി ഇടപെടണമെന്നായിരുന്നു ആവശ്യം. ആലപ്പുഴയിൽ 284 പേർക്ക് കൂടി കോവിഡ്. 278 പേർക്ക് സമ്പർക്ക രോഗബാധ. 6 പേരുടെ ഉറവിടം വ്യക്തമല്ല. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ബാധിച്ചതിനെ തുടർന്ന് നഷ്ടമുണ്ടായ കർഷകർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായ വിതരണം നടന്നു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് മന്ത്രി K. രാജു ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കടമ്പനാട് പഞ്ചായത്തിലെ കലവറ കോളൂർക്കുഴി കോളനിയുടെ നവീകരണത്തിന് 1 കോടി രൂപ അനുവദിച്ചതായി ചിറ്റയം ഗോപകുമാർ MLA. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിക്ക് MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് പണം അനുവദിച്ചത്. SSF പത്തനംതിട്ട ജില്ലാ സ്റ്റുഡൻസ് കൌൺസിൽ നടന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ഹാജി അലങ്കാർ. പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ വനിതകൾക്ക് ഓൺലൈൻ സൈബർ അവയർനെസ് ക്ലാസ് നടത്തും. ഈ മാസം 26 രാവിലെ 9:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ ഉദ്ഘാടനം ചെയ്യും. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് NCP ദേശീയ കലാ സംസ്കൃതി പാലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഓട്ടോറിക്ഷകൾക്ക് സൗജന്യമായി ഇന്ധനമടിച്ചു നൽകി. ഇടുക്കി ജില്ലയിൽ 320 പേർക്ക് കൂടി കോവിഡ്. 303 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ഇടുക്കി മറയൂർ റോഡിലെ തലയാർ തോട്ടം മേഖലയിൽ യാത്രക്കാർക്ക് ഭീഷണിയായി വന്യമൃഗങ്ങൾ. രാത്രി സമയങ്ങളിൽ വളവുകളിൽ പതുങ്ങി നിൽക്കുന്ന കാട്ടാനയും കാട്ടുപോത്തുകളും യാത്രക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് പതിവാകുന്നുവെന്ന് പരാതി. കൃഷിവകുപ്പിന്റെ ഹരിതകീർത്തി പുരസ്കാരം എറണാകുളം ആലുവ തുരുത്തിലെ സീഡ് ഫാമിനും അസിസ്റ്റന്റ് ഡയറക്ടർ ലിസിമോൾക്കും. അപൂർവ നെൽവിത്തുകളുടെ ലൈവ് മ്യൂസിയമായ സീഡ് ഫാം ഇന്ത്യയിലെ ഏക ജൈവ വിത്തുൽപാദന കേന്ദ്രമാണ്. എറണാകുളത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത്. ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ നടക്കുന്ന അദാലത്തിൽ മന്ത്രിമാരായ VS സുനിൽകുമാർ, EP ജയരാജൻ, G സുധാകരൻ എന്നിവർ പങ്കെടുക്കും. തൃശൂർ ജില്ലയിൽ 436 പേർക്ക് കൂടി കോവിഡ്. 423 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. പാലക്കാട് വാളയാറിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. മലപ്പുറം കടിങ്ങല്ലൂരിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ തെരുവുനായി ആക്രമിച്ചു. പരിക്കേറ്റത് 2.5 വയസ്സുകാരൻ മുഹമ്മദ് ഷയാൻ. മലപ്പുറത്ത് പൊതുജന പരാതി പരിഹാര അദാലത്ത് സാന്ത്വന സ്പർശം അടുത്ത മാസം നടക്കും. അദാലത്ത് നടക്കുക മന്ത്രിമാരായ KT ജലീൽ, AK ശശീന്ദ്രൻ, TP രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ. മലപ്പുറം കർമ്മ പുഴയോര പാതയുടെ റബ്ബറൈസ് പ്രവൃത്തികൾ ടെൻഡർ ചെയ്തു. BMBC നവീകരണത്തിനും പാർശ്വഭിത്തി ബലപ്പെടുത്തുന്നതിനും പാർക്കിംഗ് ഒരുക്കുന്നതിനുമാണ് ടെൻഡർ നടത്തിയത്. മലപ്പുറം ആലങ്കോട് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്പോർട്സ് അക്കാദമിയുടെ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം. ടൂർണമെന്റ് അഷ്കർ പിരുമുക്ക് ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിലെ കർഷക സമരത്തിന് പിന്തുണയുമായി മലപ്പുറത്ത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചു. മലപ്പുറത്ത് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന റംബൂട്ടാൻ തൈകൾ വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ കൊന്നോല ഫൗസിയ കുഞ്ഞാപ്പു വിതരണോദ്ഘാടനം നിർവഹിച്ചു.
വയനാട് അമ്പലവയലിൽ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. മേട്ടുപാളയം സ്വദേശി വിജയനാണ് പിടിയിലായത്. വയനാട് പിണങ്ങോട് ഓടിക്കൊണ്ടിരുന്ന വാനിൽ നിന്ന് പുകയുയർന്നു. ബേക്കറി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന വാഹനത്തിൽ നിന്നാണ് പുകയുയർന്നത്. തലശ്ശേരിയിൽ നടക്കുന്ന 25ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. അടുത്ത ദിവസം ടിക്കറ്റ് രജിസ്ട്രേഷൻ ആരംഭിക്കും. കണ്ണൂരിലെ ധർമ്മടം മേലൂർ റോഡിൽ ഗതാഗത നിയന്ത്രണം നടപടി. മീത്തലെ പീടിക മുതൽ മേലൂർ വരെ ടാറിംഗ് നടക്കുന്നതിനാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി ഈ മാസം 30-ന് കളക്ടറേറ്റ് ഉപരോധിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നടപടി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മിനി വൈദ്യുത ഭവൻ കെട്ടിട നിർമ്മാണത്തിന് ഭരണാനുമതി. 3.30 കോടി രൂപയാണ് അനുവദിച്ചത്. വീണ്ടും ഹണ്ട ന്യൂസിലേക്ക്. എന്റർടൈൻമെന്റ് ന്യൂസ്. ഉണ്ണിയാറിന്റെ ചെറുകഥയാസ്പദമാക്കി കാവ്യപ്രകാശ് ഒരുക്കിയ ചിത്രം വാങ്ങിന്റെ രണ്ടാമത്തെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങി. അനശ്വര രാജൻ കേന്ദ്ര കഥാപാത്രമാവുന്ന ചിത്രത്തിന്റെ സംഗീതം ഔസേപ്പച്ചനാണ്. വിളിക്കണമെന്ന് പറയച്ചെങ്കിൽ തിരക്കേടില്ല. ഇത് വാങ്ങി പോയി ദീന്റെ മുകളിലായി ഓളെ കളി. സൂറത്തിൽ അൽസാബിൽ വരെ പറയണ്ട് പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങിയിരിക്കുകയാണ്. രാംഗോപാൽ വർമ്മ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഡി കമ്പനിയുടെ ടീസർ പുറത്തിറങ്ങി. മുംബൈ അധോലോകത്തിന്റെ ഡി കമ്പനിയുടെ ചരിത്രമാണ് ചിത്രത്തിന്റെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോക നേതാവെന്ന് വിശേഷിപ്പിച്ച് ജോ ബൈഡന്റെ പേരിൽ പ്രചരിക്കുന്ന ട്വീറ്റ് വ്യാജം. പ്രധാനമന്ത്രി ജോ ബൈഡന് ആശംസകൾ അറിയിച്ച ട്വീറ്റിന് ബൈഡൻ മറുപടി നൽകിയ തരത്തിലാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നത്. കർണാടകയിലെ ബി.ജെ.പി. നേതാക്കൾ വാക്സിൻ സ്വീകരിച്ച് തലക്കെട്ടോടെ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. യഥാർത്ഥത്തിൽ ദൃശ്യങ്ങൾ കാണുന്നവർ ബി.ജെ.പി. നേതാക്കളല്ല. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ എടുക്കാൻ മുതിർന്ന പൌരന്മാർ ആധാർ വിവരങ്ങളും OTP നൽകണമെന്ന് വ്യാപക പ്രചാരണം. ഡ്രഗ് അതോറിറ്റിയുടെ പേരിൽ വരുന്നത് വ്യാജ ഫോൺ കോളുകളെന്ന് അധികൃതർ. മഹാരാഷ്ട്രയിൽ 2752 പേർക്ക് കൂടി കോവിഡ്. 45 പേർ കൂടി മരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ മരണം 50,785. ട്രാക്ടർ റാലി നടത്തുന്ന കർഷകർക്ക് പിന്തുണയുമായി ആം ആദ്മി പാർട്ടി. എല്ലാ ആം ആദ്മി MLA-മാരും നാളെ ഡൽഹിയിലേക്ക് ട്രാക്ടറിലെത്തും. AP അബ്ദുള്ളക്കുട്ടിക്കെതിരായ കേസ് ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ എന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. സോളാർ കേസ് ഇപ്പോൾ CBIക്ക് കൈമാറിയത് രാഷ്ട്രീയ തട്ടിപ്പെന്നും ആരോപണം. തമിഴ്നാട്ടിൽ 569 പേർക്ക് കൂടി കോവിഡ്. 7 പേർ കൂടി മരിച്ചതോടെ തമിഴ്നാട്ടിലെ ആകെ കോവിഡ് മരണം 12,316 ഉയർന്നു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് വീണ്ടും കോവിഡ് വരാമെന്നും രോഗവാഹകരായേക്കാമെന്നും മുന്നറിയിപ്പ്. വാക്സിൻ സ്വീകരിച്ചവർ രോഗവാഹകരാകില്ലെന്ന് ഉറപ്പു നൽകാൻ കഴിയില്ലെന്ന് ഇംഗ്ലണ്ട് ഡെപ്യൂട്ടി ചീഫ് മെഡിക്കൽ ഓഫീസർ. അടുത്ത കണ്ട ന്യൂസ് 9 മണിക്ക്.